KP കുഞ്ഞിക്കണ്ണൻ പുരസ്കാരം VD സതീശൻ ഏറ്റുവാങ്ങി. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ MLAയുമായിരുന്ന KP കുഞ്ഞിക്കണ്ണന്റെ 1ാം ചരമവാർഷിക ദിനാചരണവും കേരളത്തിലെ മികച്ച നിയമസഭാ സാമാജികനുള്ള പ്രഥമ KP കുഞ്ഞിക്കണ്ണൻ സ്മാരക പുരസ്കാര വിതരണവും പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു. VV ഉണ്ണികൃഷ്ണൻ സ്വാഗതവും KN വാസുദേവൻ നായർ അധ്യക്ഷതയും വഹിച്ച പരിപാടി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. കേരള നിയമസഭയിലെ കണ്ട നിയമസഭാ സാമാജികന്മാരുടെ കൂട്ടത്തിൽ വിഷയങ്ങൾ പഠിച്ചവതരിപ്പിച്ച് എതിരാളികളെ അവരുടെ എല്ലാ ആയുധങ്ങളെയും താഴെ വെപ്പിക്കത്തക്കവണ്ണമുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള അവതരണ ശൈലിയും വളരെ വളരെ ആഴത്തിലുള്ള പഠനവും നടത്തുന്ന നിയമസഭാ സാമാജികന്മാർ നമുക്ക് ഏറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കേരള നിയമസഭാ പ്രസംഗങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും, അവിടെ 1ാം നിരകളിൽ വെക്കാൻ പറ്റുന്ന ഈ കഴിഞ്ഞ ഭാരത നിയമസഭയുടെ ചരിത്രങ്ങൾ എല്ലാം എടുത്ത് നോക്കിയാലും 1ാം നിരകളിൽ വെക്കാൻ പറ്റുന്ന പാർലമെന്റേറിയന്മാരിൽ ഒരാളാണ്, അഗ്രഗണ്യനാണ് ശ്രീ VD സതീശൻ എന്ന കാര്യത്തിൽ സംശയം. നമുക്ക് ഓർമ്മയുണ്ടാവും, ശ്രീ തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരള നിയമസഭയിൽ ധനമന്ത്രിയും VD സതീശനും തമ്മിലുള്ള ഒരു വെല്ലുവിളി ഏറ്റെടുക്കലും അതിലവസാനം എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. ധനമന്ത്രി ക്ഷണിച്ചു പോയതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ധനമന്ത്രിക്ക് അത്തരമൊരു വെല്ലുവിളി വേണ്ടായിരുന്നു തോന്നക്കവണ്ണമുള്ള പെർഫോമൻസ് ആയിരുന്നു ശ്രീ സതീശൻ്റെ എന്നുള്ളത് കേരളം ഒട്ടാകെ അംഗീകരിച്ച കാര്യമാണ്. മികച്ച നിയമസഭാ സാമാജികനുള്ള പ്രഥമ KP കുഞ്ഞിക്കണ്ണൻ സ്മാരക പുരസ്കാരം പ്രതിപക്ഷ നേതാവ് VD സതീശന് KC വേണുഗോപാൽ സമ്മാനിച്ചു. ഓടി നടന്ന പ്രസംഗ മത്സരങ്ങളിലും ഡിബേറ്റുകളിലുമെല്ലാം സമ്മാനങ്ങൾ വാരി സ്വന്തമായ ആ കൃത്യമായ ആദർശ നിഷ്ഠയോടുകൂടി നിഷ്കളങ്കമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ സ്വന്തം ശരീരത്തിൽ ഒരു കറുത്ത പുള്ളി പോലും വീഴാൻ മടങ്ങിപ്പോയ ഒരാളായിരുന്നു കണ്ണേറ്റൻ എന്ന് പ്രത്യേകമായി പരാമർശിക്കാൻ ഞാൻ അവസരം വിനിയോഗിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ച് ആളുകൾ എന്തെല്ലാം അപവാദങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. അവരുടെ എല്ലാം മുന്നിൽ അവർക്കെല്ലാം കൊടുക്കേണ്ട മറുപടിയാണ് ശ്രീ KP കുഞ്ഞിക്കണ്ണൻ. രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് വേറെ ഒന്നും നേടാതെ അനാവശ്യമായ ഒരു വഴികളിലും സഞ്ചരിക്കാതെ തൻ്റെ സംഘടനയ്ക്ക് വേണ്ടി തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി പൂർണ്ണമായി അർപ്പിച്ച് അവസാനം സുഖമില്ലാതെ വീഴുന്നതുവരെ 24/7 രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നേതാവായിരുന്നു അദ്ദേഹം. അപ്പോൾ പയ്യന്നൂരിൻ്റെ ഒരു രാഷ്ട്രീയ പൈതൃകം, സ്വാതന്ത്ര്യ സമരകാലത്ത് പയ്യന്നൂർ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് ചെയ്ത സംഭാവനകൾ, ഇവിടെ നിന്നുണ്ടായിരുന്ന പ്രശസ്തരായ വ്യക്തികൾ, മഹാത്മാഗാന്ധിയുടെ സാന്നിധ്യം, അതെല്ലാം വീണ്ടും പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കുന്നതിന് അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്മാരക ട്രസ്റ്റ് ഉണ്ടാക്കി ഒരു നിയമസഭാ സാമാജികന് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിലാദ്യം എന്നെ തെരഞ്ഞെടുത്തതിലുള്ള പ്രത്യേകമായ നന്ദി ഞാനിവിടെ പ്രകാശിപ്പിക്കുകയാണ്. ഭാരതരത്ന പുരസ്കാര ജേതാവ് EK പൊതുവാളെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വേദിയിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. KP കുഞ്ഞിക്കണ്ണന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ചികിത്സാ സഹായ വിതരണവും രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും നിർവഹിച്ചു. DCC പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, PK ഫൈസൽ, ബ്ലോക്ക് പ്രസിഡന്റ് K ജയരാജ്, അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, MP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ നിരവധി നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് അതിയ ജാനി ബഷ, വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനി ബഷ, ഡോക്ടർ പ്രസിൻ പ്രദീപ്, ഡോക്ടർ ശ്രുതി, ഡോക്ടർ കിരൺ വിനായക്, ഡോക്ടർ PK മുരളി, ഡോക്ടർ ഹരി രാജേന്ദ്രൻ, ഡോക്ടർ PT പത്മനാഭൻ, ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ, ഡോക്ടർ നിമിഷ നാരായണൻ, ഡോക്ടർ വൈദേഹി ഹരിദാസ്, ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ് പൈ, ഡോക്ടർ ഗുരുരാജ റാവു, ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ, ഡോക്ടർ
ഡോക്ടർ ഹൈദർ, ഡോക്ടർ സൻമാൻ, ഡോക്ടർ യോഗേഷ് ടി കമ്മത്ത്, ഡോക്ടർ ലാലി DC തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ.